എത്ര വില കുറഞ്ഞ ഒരാക്ഷേപമാണ് രാജേഷ് വെച്ചത്. തന്റെ കഴിവുകേട് മറച്ചുവെക്കാൻ. താൻ ഒന്നിനും കൊള്ളാത്തവനാണ്, വഹിക്ക് കൊള്ളാത്തവനാണ്, ഒരു നഗരത്തിന്റെ മേയറായിരിക്കാൻ ശേഷിയില്ലാത്തവനാണ് എന്ന വസ്തുതയെ മറച്ചുവെക്കാൻ CPM-ന്റെ മേൽ അന്യായമായ ആക്ഷേപം ഉന്നയിക്കുകയാണ്. അമ്പമ്പമ്പമ്പോ, എന്തൊക്കെയാണ് ഈ കടകംപള്ളി സുരേന്ദ്രൻ വിളിച്ചു പറയുന്ന കാര്യം എന്ന് പറയുന്നത്. മേയർ VV രാജേഷിനെ അല്ലേ ഈ പറഞ്ഞ കാര്യങ്ങൾ? അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അതാണ്, ഇതാണ്, എന്തൊക്കെയാണ് ഈ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ തന്നെ. അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുക. സത്യം പറഞ്ഞാണല്ലോ, ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും സഹതാപമാണ് ഇടതുപക്ഷത്തിനോട് തോന്നിയ കാര്യം എന്ന് പറയുന്നത്. കാരണം കേരളത്തിലെ ഭരണം പോയി, തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം പോയി, ആകെപ്പാടെ അന്തവും ഇല്ല കുന്തവും ഇല്ലാത്ത രീതിയിൽ എന്തോ പോലെ ഇപ്പോൾ എന്താ പറയുക, എന്തോ അങ്ങ് വിളിച്ച് പറഞ്ഞങ്ങ് നടക്കുന്ന ഒരു അവസ്ഥയിലോട്ട് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ മുതിർന്ന നേതാക്കൾ വരെ ആയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ നേർക്കാഴ്ചയാണ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ സഖാവിൻ്റെ വായിൽ നിന്ന് വീണ ഈ വാക്കുകൾ എന്ന് പറയുന്നത്. അതും മേയർ VV രാജേഷിനെ കുറിച്ച്. കഷ്ടം കഷ്ടം പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ് ഈ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. മേയർ VV രാജേഷിൻ്റെ ഭരണത്തിൽ നല്ല രീതിയിൽ പൊള്ളിയിട്ടുണ്ട്. ആർക്കാണ്? ഇടതുപക്ഷത്തിന് തന്നെ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അങ്ങേര് വന്നിട്ട് ചെയ്തു കൂട്ടിയ പല കാര്യങ്ങളും പണി കിട്ടിയതും തിരിച്ചടിയായി മാറിയതും ഇടതുപക്ഷത്തിന് തന്നെയാണ്. അത് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയും ഉറപ്പായിട്ടും ഈ പറയുന്ന VV രാജേഷിന്മേൽ ഇടതുപക്ഷത്തിലെ പല നേതാക്കൾക്കും നല്ല രീതിക്കുള്ള കലിപ്പുണ്ട് എന്നുള്ളത് 100% വ്യക്തമാണ്. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ പുറപ്പെടുവിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. പുതുമയൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ കുറച്ചൊക്കെ ഒരു ഇത് കാണിക്കണം. ഇത് ഭയങ്കര മോശം അല്ല. ഈ VV രാജേഷിന് കഴിവില്ല, അതാണ് ഇതാണ് ചക്കയാണ് ചുണ്ണാമ്പാണെന്നൊക്കെ പറയാനായിട്ട് ഈ പറയുന്ന ഇടതുപക്ഷം, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രൻ സഖാവെ ഒരു കാര്യം കൊണ്ട് ചോദിക്കട്ടെ. താങ്കൾ നിന്ന സ്ഥലം ഏതാണ്? കഴക്കൂട്ടമല്ലേ താങ്കൾ നിന്നത്? ആ കഴക്കൂട്ടത്ത് എന്തുകൊണ്ട് താങ്കൾ തോറ്റു? അതായത് BJPയുടെ മുരളീധരനോട് താങ്കൾ എങ്ങനെയാണ് തോറ്റത്? അപ്പോൾ ജനങ്ങൾ നിങ്ങളുടെ ആ ഒരു നല്ല ഭരണം കൊണ്ട് നിങ്ങളെ വിജയിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭരണം കണ്ടിട്ട് ജനങ്ങൾ നിങ്ങളെ ഒരു മൂലയ്ക്ക് ഇരുത്തുന്ന ഒരു അവസ്ഥയല്ലേ കഴക്കൂട്ടത്ത് കണ്ടതെന്ന് പറയുന്നത്. ഇനി അതും പോട്ടെ, ഇടതുപക്ഷം കംപ്ലീറ്റ് ആയിട്ട് കേരളത്തിൽ എങ്ങനെയാണ് പ്രതിപക്ഷത്തോട്ടായത്? ജനങ്ങൾ തൂത്തുകൂട്ടി മൂലക്കിരുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റിയില്ലേ? ഇപ്പോൾ പ്രതിപക്ഷമായിരിക്കേണ്ട അവസ്ഥ വന്നില്ലേ? ഇനി അതും കഴിഞ്ഞ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രതിപക്ഷമായി മാറിയത്? അവിടെ എങ്ങനെയാണ് BJP അധികാരത്തിലെത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത്? അപ്പോൾ ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവരുടെ കംപ്ലീറ്റ് ഇതും പോയി കിടക്കുവാണ്. കാരണം ഇപ്പോൾ നേരെ ഭരണമില്ല. അതുകൊണ്ട് തന്നെയും എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കടകംപള്ളി സുരേന്ദ്രൻ മാത്രമല്ല, ഈ പറയുന്ന രീതിയിൽ ശിവൻകുട്ടി ആയാലും ഇതേ അവസ്ഥ തന്നെയാണ്. ഇപ്പോൾ ഈ പറയുന്ന തോതിൽ ഒരു മൈക്കും ക്യാമറയും മുന്നിൽ വന്നാൽ പറഞ്ഞു കൂട്ടുന്ന ഓരോ കാര്യങ്ങളെന്ന് പറയുന്നത്. എന്തായാലും VV രാജേഷിൻ്റെ 8ന്റെ പണി ഇവർക്ക് നല്ല രീതിയിൽ ഏറ്റിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തരത്തിലുള്ള മറുപടിയൊക്കെ തന്നെ ഇത്രത്തോളം അങ്ങ് പറഞ്ഞു കൂട്ടുന്നതെന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, കാരണം ഈ പറയുന്ന ഇടതുപക്ഷം തന്നെയാണ് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ BJPയുടെയും ഈ പറയുന്ന VV രാജേഷിൻ്റെയും ഒക്കെ തന്നെ ഒരു എന്താ പറയുക പ്ലസ് എന്ന് പറയുന്നത്. കാരണം നിങ്ങളെ കാരണം തന്നെയാണ് അവിടെ ഇപ്പോൾ BJP അധികാരത്തിൽ വന്നതും. അതോടൊപ്പം തന്നെ മേയർ VV രാജേഷിന് ദിനം പ്രതി ഇങ്ങനെ മൈലേജ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇത് നിങ്ങൾ തന്നെ കൂട്ടിക്കൊണ്ടിരിക്കും. ഒരു കാര്യം ഓർക്കുക, ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ പോയ ആ ഒരു പേര് എങ്ങനെയെങ്കിലും വീണ്ടെടുക്കാൻ നോക്കുന്നതിന് പകരം ഉള്ള പേരും കൂടി കളയുന്ന പരിപാടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷം ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അതിൽപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ ഈ ഒരു പോക്കാണെങ്കിൽ 5 കൊല്ലം എന്നല്ല 10 കൊല്ലം കഴിഞ്ഞാൽ ഇനി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇനി ഒരു കുലുക്കവും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം അമ്മാതിരിയുള്ള ചെയ്ത്തുകളല്ലേ നിങ്ങൾ ദിനം പ്രതി ഈ പറയുന്ന രീതിയിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നതെന്ന് പറയുന്നത്. ഇതൊക്കെ ആർക്കാണ് ഗുണകരമായിട്ട് മാറുന്നത്? ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഗുണകരമായിട്ട് മാറുന്ന ഒരു കാര്യവും BJPയും അതോടൊപ്പം തന്നെ മേയർ VV രാജേഷിനാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ഇതുപോലുള്ള ഓരോ കാര്യങ്ങളും ദിനം പ്രതി ഏറ്റവും കൂടുതൽ മൈലേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മേയർ VV രാജേഷിന് തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് ഇങ്ങേരുണ്ടാക്കിയ ഒരു മൈലേജ് എന്ന് പറയുന്നത് ചെറുതൊന്നും അല്ല. അത് നല്ല രീതിക്ക് ഇടതുപക്ഷത്തിനൊക്കെ തന്നെ കുരുകൂട്ടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇവർ വിചാരിച്ചിരുന്നത് ഈ മേയർ VV രാജേഷല്ലേ പുള്ളിക്കാരൊന്നും വലിയ സംഭവമൊന്നുമല്ല, ഈ പറയുന്ന രീതിയിൽ എന്താ പറയുക വളരെ സൗമ്യനായിട്ടുള്ള വ്യക്തി, ഒരിത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ട്രോൾ മെറ്റീരിയലായിട്ട് മാറ്റാം എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയൊക്കെ ആയിരുന്നു. പക്ഷേ സംഭവിച്ചത് നേരെ ഉൾട്ടായിട്ടാണ്. കാരണം പുള്ളിക്കാരൻ കയറി ഹീറോ ആയി മാറിയില്ലേ. ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിൽ തിരുവനന്തപുരം കോർപ്പറേഷനില്ല, കേരളത്തിലെ 6 കോർപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച മേയർ VV രാജേഷ്. എവിടെ നോക്കിയാലും സംസാരം VV രാജേഷ്. ഒരൊറ്റ കോർപ്പറേഷൻ മാത്രമേ തിരുവനന്തപുരത്തുള്ളൂ, അല്ലെ തിരുവനന്തപുരത്തല്ല കേരളത്തിലുള്ളൂ എന്നുള്ള ചോദ്യമായി ഇപ്പോൾ പലയിടത്തും. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് മാറ്റി ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. ആരാണ് എത്തിച്ചത്?
രാജേഷിന്റെ ഭരണവും ഒപ്പത്തിന് പ്രതിപക്ഷത്തിന്റെ കാട്ടിക്കൂട്ടലുകളുമാണ് ഈ ഒരു അവസ്ഥയിലോട്ട് എത്തിച്ചതെന്നാണ്. എന്നിട്ട് ഇപ്പോഴും ബോധമില്ലാത്ത രീതിയിൽ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഓരോ കോപ്രായങ്ങളും ഉറപ്പായിട്ടും നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായിട്ട് 8ന്റെ പണിയായിട്ട് 16ന്റെ പണിയായിട്ട് നിങ്ങൾക്ക് തന്നെ കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറും. അത് നേരാമണം ഉൾട്ടയായിട്ട് വി രാജേഷിനും BJPയും ഗുണകരമായിട്ട് കാര്യങ്ങൾ മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കഷ്ടം തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ കാര്യം.